welcome back to my YouTube channel. So ഇന്നത്തെ വ്ളോഗ് ഇസ് വി ആർ ഗോയിങ് ടു കൊച്ചി. അപ്പം ഞാനും അമ്രുവിൻ്റെ അമ്മയും കൂടെ, എൻ്റെ അച്ഛനും ഇല്ല, അമ്രുവിൻ്റെ അമ്മയാണ്. അപ്പം ഞങ്ങൾ മൂന്നുപേരും കൂടെ കൊച്ചി പോവാണ്. ആൻഡ് ഇറ്റ്സ് ഫോർ ഡാൻസ് വർക്ക്ഷോപ്പ്. അപ്പം ഞാനും അമ്രുവും ഇങ്ങനെ റാൻഡമായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഈ വർക്ക്ഷോപ്പിനെ പറ്റി കണ്ടത്. അതായത് ബിജു ധ്വനി തരംഗത്തോന് എല്ലാവർക്കും അറിയായിരിക്കും. ഹീസ് ലൈക്ക് എ വെരി നോൺ ഡാൻസർ. അപ്പം ഹീയുടെ വർക്ക്ഷോപ്പാണ്. അപ്പോൾ ആ സർ ആക്ച്വലി വർക്ക്ഷോപ്പ് നടത്തുന്നത് കൊച്ചിയിലെ നവ്യ നായരുടെ ഡാൻസ് സ്കൂളിൽ വെച്ചിട്ടാണ്. സോ അങ്ങനെ നമ്മൾ ഇന്ന് പോവാണ്. വർക്ക്ഷോപ്പ് ആക്ച്വലി നാളെയും മറ്റന്നാളുമാണ്. ദിസ് ടുഡേ സൺഡേ, വർക്ക്ഷോപ്പ് ഇസ് ഓൺ മൺഡേ ആൻഡ് ട്യൂസ്ഡേ. അപ്പം നാളെ മോർണിംഗ് ആണ്. അപ്പം നമ്മൾ നാളത്തെ ട്രെയിനിൽ പോയാൽ ലേറ്റ് ആവും. സോ ലൈക്ക് വി ബുക്ക്ഡ് ഇന്നത്തെ ട്രെയിൻ. ഇന്ന് ഉച്ചയ്ക്ക് ലൈക്ക് 2:50 ട്രെയിൻ. ഇറ്റ്സ് ഓൾമോസ്റ്റ് 2. അപ്പോൾ എൻ്റെ അച്ഛൻ ലൈക്ക് ഞങ്ങളെ 3:30 ഡ്രോപ്പ് ചെയ്തിട്ട് അച്ഛനും അമ്മയും വരും. ഡ്രോപ്പ് ചെയ്തിട്ട് അവരിലേക്ക് തിരിച്ചു പോകും. സോ ഓൾമോസ്റ്റ് 2 ആയി. ഇപ്പം അമ്രുവിനെ പോയി പിക്ക് ചെയ്യും. ഞാൻ ഓൾമോസ്റ്റ് റെഡി ആയി. എനിക്ക് ആക്ച്വലി രാവിലെ ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നു എനിക്ക് അമ്രുവിന്. അപ്പം ഞങ്ങൾ തിരിച്ച് ഭയങ്കര ടയർഡായിട്ടാണ് വന്നത്. അപ്പം ഞാൻ കിടന്ന് ഉറങ്ങിയിട്ട് ഇപ്പം എണീറ്റ് മറ്റേ കുളിച്ചതേ ഉള്ളൂ. സോ അങ്ങനെ സോ ബാക്കി അമ്രുവിനെ പോയി പിക്ക് ചെയ്തിട്ട് സ്റ്റേഷനിൽ പോകുമ്പോൾ കാണാം. ബൈ. സോ നമ്മളാണെങ്കിൽ സ്റ്റേഷനിൽ പോകാൻ വേണ്ടി പോവാണ്. ഹായ് അച്ഛാ. സോ അച്ഛൻ്റെ ഈ ഷർട്ട് മലേഷ്യയിൽ നിന്ന് ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തേ. നല്ലേ അല്ലേ? കൊള്ളാം നല്ലത്. ഇനി അമ്മ. ഹായ് അമ്മ. ഹായ്. എന്നെ മിസ് ചെയ്യോ? കുറച്ച് ഓക്കെ ഗൈസ്. അതെ, ഹായ് ഗൈസ് വീണ്ടും പറഞ്ഞു. പക്ഷേ ഞാൻ പറയത്തില്ല. ഓക്കെ, സോ നമ്മൾ ട്രെയിൻ മൂവായി തുടങ്ങി. നമ്മൾ നേരത്തെ കുറച്ച് നേരം മുമ്പ് സ്റ്റേഷനിൽ നമ്മൾ ഭയങ്കര കറക്റ്റ് ടൈമിലായിരുന്നു. സോ ഇത് അമ്രുവിന് എല്ലാവർക്കും അറിയാം. അമ്രുവിൻ്റെ അമ്മയ്ക്ക് ക്യാമറ എന്നൊക്കെ എനിക്ക് താല്പര്യമില്ല. പക്ഷേ അയ്യോ സോറി. അങ്ങനെ എന്താണ് ബാക്കി ഇനിയൊന്നും കേൾക്കുന്നില്ല. ബാക്കി അപ്പം കൊച്ചി എത്തിയിട്ട് ബൈ. ഒരാള് ബുക്കൊക്കെ വായിക്കാൻ പോകുന്നു. നമ്മളാണെങ്കിൽ ചട്നിയും പഴംപൊരിയും വ്ളോഗുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്നു. അയ്യോ. ഹായ് ഗൈസ്. അപ്പം ഞാനും നമ്മളും അടുത്ത ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പം ഞാനും നമ്മളും ഇവിടെ പടം വരച്ച് കളിക്കുമായിരുന്നു ബ്രെഡിൻ്റെ മേലെ കൂടെ. ഇനി കഴിക്കാം അല്ലേടാ? നമ്മൾ സോ സ്റ്റേഷനിലെത്തി. ഇനി വി ആർ ഗോയിങ് ടു നമ്മൾ ചെയ്യാൻ പോകുന്ന ഹൗസ്. ആക്ച്വലി അച്ഛൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നമ്മൾ സ്റ്റേഷനിൽ. സോ നമ്മൾ അങ്ങോട്ട് പോവാണ്. ഓക്കെ, സോ നമ്മളിപ്പോൾ നമ്മൾ യൂബറിലാണ് വന്നത്. ആ ഓട്ടോക്കാരൻ എവിടേക്കോ ചുമ്മാ നിത്യേശൊക്കെ കൊണ്ട് അവസാനം അയാളായിട്ട് അടിയാവാത്ത എൻ്റെ ഭാഗ്യം. എന്നിട്ട് നമ്മളിപ്പം ആക്ച്വലി നമ്മൾ സ്റ്റേ ചെയ്യുന്നത് ഞാൻ പറഞ്ഞില്ല, അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ്. സോ നമ്മൾ അവിടെ എത്തി. ഇവിടെ ആണെങ്കിൽ ഭയങ്കര ചൂട്. നമ്മൾ AC ഉണക്കി AC ഒന്നും കൂളായില്ല ഇതുവരെ. അങ്ങനെ സോ ഇനിയൊന്നും പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. നമ്മൾ കുളിക്കുന്നു, കിടന്നുറങ്ങുന്നു. രാവിലെ എണീറ്റ് ഞങ്ങൾക്കിനെ യൂട്യൂബിന് കുറച്ച് കണ്ടൻറ്റൊക്കെ ഉണ്ടാക്കണം. ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ എടുക്കണം. എന്നിട്ട് നാളെ നമ്മൾ എവിടെ പോകുന്നു? മാതങ്കി. ഓക്കെ, അപ്പോൾ നാളെ രാവിലെ കാണാം. ബൈ. ഗൈസ്, ഞാൻ കെട്ടിക്കൊടുത്ത മുടിയാണ്. നല്ലേ ഇല്ലേ? നോക്കിക്കേ. പക്ഷെ അപ്പുറത്താണ് നല്ലത്. കാരണം അവിടെ സ്ലൈഡും അവിടെ കുത്തി സ്ലൈഡ്. അമ്മ ഞങ്ങൾക്ക് സ്ലൈഡൊന്നും ഇല്ലാതെ കുത്തി കൊടുത്തു. പിന്നെ പൊടി ഇരിക്കാത്തതുകൊണ്ട് നമ്മൾ സ്ലൈഡ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അതെ. ഹായ് ആൻറ്റി. ആദ്യമായിട്ടാണ് ക്യാമറയിൽ ഹായ് ഒക്കെ പറയുന്നത്. അല്ലെങ്കിൽ ഞാൻ ഇഗ്നോർ ആക്കും എന്നെ. സോ നമ്മളിപ്പോൾ ഡാൻസ് ക്ലാസ്സിലാണ്. എത്ര മണിയാണ്? ഓക്കെ, ഇറ്റ്സ് ഓൾമോസ്റ്റ് 2 ആവാൻ പോകുന്നു. ആൻഡ് ലൈക്ക് നമ്മളിപ്പം ബ്രേക്ക് ആയിരുന്നു. നമ്മൾ കഴിച്ചു. എങ്ങനെ ഉണ്ടാക്കണം വർക്ക്ഷോപ്പ്? അടിപൊളി. പക്ഷെ പാടില്ല. പിന്നെ ടയറിങ്. കുറേ ബ്രേക്കൊന്നും ഇടയ്ക്ക് തരത്തില്ല. എനിക്ക് കണ്ടിന്യൂസ് കളിക്കാൻ തന്നെ. ഇറ്റ്സ് ലൈക്ക് 6 minute സോങ് നമ്മളെ പഠിപ്പിക്കുക. സോ ഇപ്പോൾ എനിക്ക് തോന്നുന്നു 2 minute അതൊന്നും എനിക്ക് അറിയത്തില്ല. 2 സെക്ഷൻ കഴിഞ്ഞു. ആൻഡ് ഇറ്റ് വാസ് വെരി നൈസ് ആക്ച്വലി. ഞാൻ ചുറ്റും കാണിച്ചത്. ഇറ്റ്സ് ലൈക്ക് വെരി വൃത്തി. ലൈക്ക് ഭയങ്കര വലിയ സ്പേസ് ഒക്കെ സ്പ്രെഡ് ആയില്ലേ? എനിക്ക് വയ്യ ഗൈസ്. നമ്മൾ ചുമച്ച് ഞാൻ പരിപാടി. അപ്പം നമ്മുടെ വർക്ക്ഷോപ്പ് കഴിഞ്ഞു. നമ്മൾ ഭയങ്കര ചാടാക്കി. പക്ഷേ
ഇറ്റ് വാസ് ഫൺ. ആക്ച്വലി വർക്ക്ഷോപ്പ് ഭയങ്കര നല്ലതായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ രണ്ടൊരു വരെ അറ്റൻഡ് ചെയ്തിട്ടില്ല. സോ ഇറ്റ് ഇസ് ആക്ച്വലി വെരി നൈസ്. സോ ഇനി നാളെ ഇതുപോലെ ഉണ്ട്. ഇപ്പോൾ എല്ലാവരും പോകാൻ വേണ്ടി ഇറങ്ങുവാണ്. നമ്മൾ ലൈക്ക് 6 minutes ആണ് ലോഞ്ച്. അതിൽ വി ഓൾമോസ്റ്റ് സ്റ്റഡി ലൈക്ക് 4 minutes. എങ്ങനെ ഉണ്ടായിരുന്നാണ് പറയൂ. ഈ ചുമ ഒഴിച്ച് ബാക്കിയല്ല അടിപൊളി. ഇന്ന് നമ്മൾ മിക്കവാറും കൊച്ചി എക്സ്പ്ലോർ ആക്കാൻ പോയിരിക്കും. നമ്മൾ രണ്ടും എക്സ്പ്ലോർ ചെയ്ത സ്ഥലമാണ്. എന്നാലും ഞാൻ കൊച്ചിയിലാണ് ഫുൾ ടൈം ആയിരുന്നത്. ബട്ട് സ്റ്റിൽ എന്നാലും ഇന്ന് നമ്മൾ കൊച്ചിയിൽ വന്നിട്ട് നമ്മൾ കൊച്ചി എക്സ്പ്ലോർ ചെയ്യാതിരിക്കുന്നത് ശരിയല്ലല്ലോ. സോ നമ്മളിനി വൈകിട്ട് ഡ്രസ്സൊക്കെ മാറ്റി ഇനി കുളിച്ചാൽ മാത്രമേ ഇനി നമ്മളെ കൊള്ളൂ. ഭയങ്കര സ്വെറ്റ് ഇങ്ങനെയൊക്കെ സ്വെറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞു. ഓക്കെ ഗൈസ്, അപ്പം ബാക്കി പുറത്ത് നോക്കാം. ബൈ. സോ നമ്മളാണെങ്കിൽ വന്നിട്ട് കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. എണീറ്റിപ്പോൾ റെഡി ആയിട്ട് വി ആർ ഗോയിങ് ഔട്ട്. ലൈക്ക് എവിടെയാണെന്നൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ജസ്റ്റ് ചുമ്മാ കൊച്ചിയിൽ എവിടെയെങ്കിലും പോകാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ആക്ച്വലി ഇത് ഓൾമോസ്റ്റ് 8 o'clock. നമ്മൾ നല്ല ലേറ്റായി. നമ്മളിങ്ങനെ വന്നിട്ട് കിടന്നുറങ്ങി എണീറ്റപ്പോൾ നല്ല ലേറ്റായി. അമ്രു റെഡി ആയിക്കൊണ്ടിരിക്കുവാണ്, ഞാൻ റെഡിയായി, ആൻറ്റി റെഡിയായി. ഇനി നമ്മളിപ്പോൾ ഇറങ്ങും. അച്ഛൻ്റെ ലൈക്ക് ഫ്രണ്ടും പിന്നെ വൈഫും ഉണ്ട്. സോ അവരും നമ്മൾ 3 പേരും കൂടെ പുറത്തു പോകും. അമ്രു റെഡി ആവുകയാണ് ഗൈസ്. മടിയൻ തന്നെ നീ ഒരു. ഞാനും മനയും ഗോസിപ്പ് ചെയ്തോണ്ടപ്പോൾ അമ്രു അപ്പോഴും ഉറങ്ങി. അയ്യോടാ. നമ്മളപ്പോൾ കറങ്ങി തിരിഞ്ഞ് മറൈൻ ഡ്രൈവിൽ വന്നു. നമ്മളിവിടെ ചുമ്മാ നടക്കുവാണ്. വലുതായിട്ടൊന്നുമില്ല, എന്നാലും അടുത്ത വ്ലോഗ് എടുക്കുകയാണ്. മീറ്റ് മിസ്റ്റർ മനോജ്. ഹൈഡാ. ഹായ് ബ്രദർ ആൻറ്റി. ആൻറ്റി സോഷ്യലി ഓക്വേർഡാണ്. ഹായ് ഹായ്. എനിക്കിടാൻ പറ്റത്തില്ല, അതെന്നെ കൊണ്ട് കട്ടി. നമ്മൾ മറൈൻ ഡ്രൈവിൽ നിന്ന് തിരിച്ചിപ്പം ഫുഡ് കഴിക്കാനായിട്ട് ഹോട്ടലിൽ വന്നു. ലൈക്ക് ചാർക്കോൾ ഷാക്ക് പറഞ്ഞ ഹോട്ടലിലാണ് വന്നത്. ലക്കുഴി മന്തിയൊക്കെ കിട്ടുന്ന അങ്ങനെ. സോ നമ്മൾ ഓർഡർ ചെയ്തു. നമുക്ക് സീറ്റ് കിട്ടിയില്ല. സോ നമ്മൾ ഓർഡർ ചെയ്തിട്ട് കഴിക്കാൻ പോവാണ്. ബൈ. ഗൈസ്, സോ നമ്മൾ നെക്സ്റ്റ് ഡേ റെഡി ആയിക്കൊണ്ടിരിക്കുവാണ്. എന്ന് ഞാൻ നമ്മളോട് ഇങ്ങനെ കയറ്റി കൊടുത്ത് അല്ലേ അല്ലേ. നമ്മൾ ആക്ച്വലി ബാക്ക് ഇതുവരെ കണ്ടില്ല. നമുക്ക് നമ്മളോട് കാണിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ അടുത്ത ലൈക്ക് ഡേ 2 വർക്ക്ഷോപ്പിലേക്ക് പോകാൻ വേണ്ടി റെഡിയായി. സോ ടുഡേസ് ലൈക്ക് ദ ലാസ്റ്റ് ഡേ. അപ്പം ഇന്നും 4 o'clock വരെയാണ്. അത് കഴിഞ്ഞിട്ട് ലൈക്ക് നമ്മൾ വീട്ടിൽ വന്നിട്ട് ഫ്രഷ് ആയിട്ട് ലൈക്ക് നമ്മൾ വീക്കെൻഡ് അവിടെ നിന്ന് എന്നിട്ട് വിൽ ഗോ ടു റെസ്റ്റോറൻറ്റ്, ഹാവ് ഫുഡ്, എന്നിട്ട് നമ്മൾ ട്രെയിനിലേക്ക് പോകും. സോ നമ്മളതിന് റെഡിയായി. അപ്പോൾ ഇനി യൂബർ ബുക്ക് ചെയ്യും, നമ്മൾ അങ്ങോട്ടേക്ക് പോകും. ബൈ. നമ്മൾ ഇവിടെ വർക്ക്ഷോപ്പിന് വേണ്ടി ഡാൻസ് സ്കൂളിലെത്തി. ഒരു 10 ഒക്കെ ആകുമ്പോൾ തുടങ്ങും. ഇതാ നമ്മൾ ചുമച്ച് മേടിക്കുന്ന രാവിലെ ചുമയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ചുമച്ച് വടിയായിരിക്കും. ഇവിടെ വേറെ ആളെടുക്കും. നമുക്കിപ്പോൾ ബ്രേക്കാണ്. നമ്മൾ രണ്ടുപേരും തളർന്നു. അല്ല ഇഡ്ഡലി ചത്തിരിക്കുന്നു. ബ്രേക്ക് കഴിച്ചിട്ട് അതാ ഭയങ്കര വേർത്ത്.
ബ്രേക്ക് കഴിഞ്ഞിട്ട് കുറച്ച് ഞങ്ങൾ കളിച്ചിട്ട് പിന്നെ ലഞ്ച് ബ്രേക്ക് ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ബ്രേക്ക് ഇല്ല. 3:30 ഒക്കെ ആകുമ്പോൾ തീരും. ഹായ് ഗായ്സ്, ഇവിടെ ലഞ്ച് ബ്രേക്കായി. നമ്മൾ കഴിക്കാൻ പോകുന്നു. അയ്യോ, ഒഴിച്ചോ ഒഴിച്ചോ. ഓക്കെ, സോ ലൈക്ക് വർക്ക്ഷോപ്പ് കഴിഞ്ഞിട്ട് വെരി ഫൺ. നമ്മൾ സാറിൻ്റെ കൂടെ ഫോട്ടോസൊക്കെ എടുത്തു. പറയൂ, ആശയം ഭയങ്കര നല്ലായിരുന്നു. നമ്മൾ 6 മിനിറ്റ് ഡാൻസ് പഠിച്ചു. അങ്ങനെ 6 മിനിറ്റ് ഡാൻസ് ഫുൾ പഠിച്ചു. ഇനി നമുക്കത് ആക്ച്വലി ഭയങ്കര യൂസ്ഫുള്ളാണ്. കാരണം നമുക്കിനി ഇൻസ്റ്റാഗ്രാമിൽ റീലൊക്കെ ആയിട്ടാണ് നമ്മളിൽ കുറേ നാൾ റീലെടുത്ത് പഠിക്കുന്നൊക്കെ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതിൻ്റെ ലൈക്ക് വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ആഡ് ചെയ്യാം, ഫോട്ടോസൊക്കെ നമ്മൾ ആഡ് ചെയ്യും, കാണിക്കുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുട്ടികൾക്ക് ഞങ്ങൾ ട്രാൻസ്ഫറിൽ നിന്നാണ് വരുന്നത്. ഞാൻ 2 ദിവസം ഫുൾ ടൈം ഇരുന്ന ഒരാളാണ്. വേറെ പേരൻസ് ആരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിരുന്നാലും അത് നല്ലൊരു ക്ലാസ്സായിരുന്നു. കുട്ടികൾക്ക് നല്ല എക്സ്പീരിയൻസ്, നല്ല രീതിയിൽ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് സാറിൻ്റെ ക്ലാസ്. അതുപോലെ തന്നെയാണ് കൂടാണെങ്കിൽ യൂട്യൂബ് ചാനലൊക്കെ നടത്തുന്നതാണ്. അപ്പോൾ അവർക്കത് നല്ലോണം യൂസ്ഫുൾ ആയി എന്നാണ് എൻ്റെ വിശ്വാസം. താങ്ക് യു. കൊള്ളാലോ. നമ്മളപ്പോൾ ഇവിടെ വന്ന് ഫ്രഷായി റെഡിയായി. ഇനി വി ആർ ആക്ച്വലി ഗോയിങ് ടു എ പ്ലേസ് കോൾഡ് ബിയോണ്ട് ബർഗർ. സോ ഞാനിവിടെ നിന്ന് കഴിച്ചിട്ടില്ല. നമ്മൾ തന്നെ മുമ്പ് ഫ്രണ്ട്സായിട്ട് വന്നപ്പോൾ കഴിച്ചാൽ. സോ ബർഗർ ഒക്കെ കഴിക്കാൻ വേണ്ടി ഭയങ്കര ഇതായതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകാൻ വേണ്ടി പോവാണ്. നമ്മളും റെഡിയായി. ഇപ്പം നമ്മൾ ഇറങ്ങും. നിങ്ങൾക്ക് കാണാമെന്ന് എനിക്കറിയില്ല. ഒരാളുടെ കൈയൊക്കെ പൊണ്ണി. ആക്രാന്തം മുട്ട ഞാൻ ചാടി വീണായിരുന്നു. ചൂട് നമ്മുടെ ബർഗർ ആക്ച്വലി കട്ട് ചെയ്യാൻ പോയി. കട്ടിയ ബർഗർ കമ്മിങ്. സർജറി കഴിഞ്ഞ് വരുന്നുണ്ട്. സർജറി കഴിഞ്ഞ ബർഗർ റൂട്ടൻ. ഒരു കൺട്രോളില്ല. സോറി. ഓക്കെ, നമ്മൾ കഴിക്കാൻ പോകുന്നു. സോ നമ്മളിപ്പം സ്റ്റേഷനിലെത്തി. ഇവിടെ സ്റ്റേഷനിലെത്തിയാലും ഭയങ്കര കോമഡി ആയിരുന്നു. വി തോട്ട് യു വുഡ് മിസ് ആ ട്രെയിൻ. ആസ് എൻ ട്രെയിൻ കണ്ടാണ് എന്തോരം ഓടിയെന്ന് ലിറ്ററലി പെട്ടയെടുത്ത് ഞങ്ങൾ നിന്നിട്ടില്ല. അത് സ്പീഡിൽ ഓടുക. ഇവിടെ അടുത്ത ആൾക്കാരോട് ചിന്തിക്കും. ഓക്കെ, ഞങ്ങൾക്കിത് സ്ഥലമാണ് ഓടുക. ആദ്യമൊക്കെ ലിറ്ററലി ഇത് യൂബർ ബുക്ക് ചെയ്തു. ഇവിടെ ആണെങ്കിൽ കൊച്ചിലെ ഭയങ്കര. അപ്പം നമ്മൾ ഈ ബർഗറൊക്കെ കഴിച്ചിട്ട് നമ്മൾ കറക്റ്റ് എത്തും. 10 മിനിറ്റ് നേരത്തെ എത്തുന്ന രീതിയിലാണ് വന്നത്. പക്ഷേ ഇവിടെ 7:10 എന്ന് കാണിച്ച യൂബർ അവസാനം ലിറ്ററലി 7:22. ഞങ്ങളുടെ ട്രെയിൻ 7:23 കിട്ടത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഡ്രൈവർ ചേർത്തോളം ഹീമച്ചതിൻ്റെ ബാക്ക് ഗേറ്റിൽ വന്ന് നിർത്തി തന്നു. അങ്ങനെ എക്സാക്റ്റ് ആ ട്രെയിൻ വരുന്ന കോച്ച് പൊസിഷനും എല്ലാം കറക്റ്റ്. വേറെ കോമഡി 7:23 എന്നുള്ളത് ഇനിയിപ്പോൾ 7:30 ആയി. നമ്മൾ 10 മിനിറ്റ് നേരത്തെ. ഓക്കെ ഗൈസ്, ബാക്കി ട്രെയിനിൽ ചെന്നിട്ട് നമ്മൾ ട്രെയിനിൽ കയറി. നമ്മൾ കയറിയതും എല്ലാവരും കയറിയെന്നൊരു എനിക്ക് സംശയമുണ്ട്. കുറേ കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ കമ്പാർട്ട്മെൻറ്റിൽ കൂടെ കയറാൻ പറ്റണില്ല. അങ്ങനെ ഞങ്ങൾ അപ്പുറത്തെ കമ്പാർട്ട്മെൻറ്റിൽ കൂടെ കുറേ ആളിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുക. എനിക്ക് അറിഞ്ഞൂടെ ഇങ്ങനെയൊക്കെയാണെങ്കിൽ എങ്ങനെ ആൾക്കാർ ഇതിൽ കയറുമെന്ന് മനസ്സിലായി. എനിക്ക് തോന്നുന്നു ഇങ്ങനെ വെച്ചാൽ കുറേ പേര് മിസ്സായി അവർക്ക് പൈസ കിട്ടുമല്ലോ. അതാണ് സംഭവം. നല്ല ടാക്ടിക്സ്. ഓക്കെ ഗൈസ്, ബാക്കി ഇനി ട്രാൻഡം എത്തി. നമ്മൾ ട്രാൻഡം എത്താറായി. ഇതിൽ 1 കിലോമീറ്ററേ ഉള്ളൂ. നമ്മളുടെ ബാഗ് എടുത്ത് വെയിറ്റ് ചെയ്യുകയാണ്. അമ്മ
അമൃതോ ആൻറ്റി ആൻറ്റിക്ക് ഒരു വേറെ ആയിരിക്കും. ആൻറ്റി അവിടെ പുറത്ത് പോയി വെച്ചാണ്. നമ്മൾ പിന്നെ നിൽക്കാൻ വയ്യാത്തതുകൊണ്ട് ഇവിടെ ഇരിക്കുവാണ്. സാഷ്ലിയിലേക്ക് ഭയങ്കര നല്ല ട്രിപ്പ്. ലിറ്ററിലേക്ക് വെരി സ്മോൾ ബ്ലോഗ്. അധികമൊന്നും ഇല്ല, പക്ഷെ ചുമ്മാ അടുത്ത് എല്ലാവരും ബ്ലോഗ് കൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് തറപ്പിക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഇനിയും ഇതുപോലെ വളരെ ബോറടിക്കുന്ന വ്ളോഗുമായി വരുന്നതാണ്.